പ്രിയമുള്ളവരെ, ഓർമ്മ നമ്മെ ഇന്ന് കൊണ്ടുവന്നെത്തിക്കുന്നത് ഒരു പ്രത്യേക പ്രാർത്ഥനാ നിയോഗത്തിലേക്കാണ്. നമ്മുടെ സൗഹൃദങ്ങളിൽ നിന്ന് ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. നമ്മുടെ കസിൻസ് ആരെങ്കിലുമൊക്കെ മരിച്ചു പോയാൽ അവരെ നമുക്ക് ഓർക്കാം. കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് അവർ. നമ്മുടെ ഒപ്പം കളിച്ച് പഠിച്ച് വളർന്നു വന്നവർ. നമ്മുടെ കുറവുകളും നമ്മുടെ ബലഹീനതകളും നമ്മുടെ ഉയർച്ചകളും താഴ്ചകളും ഒക്കെ അറിയാവുന്നവർ. നമ്മളെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചവരാണ്. നമ്മളെ വളർത്തുന്നതിൽ അവരൊരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, പ്രാർത്ഥിക്കാൻ നമുക്ക് വലിയൊരു കടപ്പാടും കൂടിയുണ്ട്. ജീവിതത്തിൻ്റെ പാതി വഴിയിൽ ആ വിളക്കുകൾ അണഞ്ഞു പോയിട്ടുണ്ട്. ദൈവമേ, അവരുടെ കുടുംബത്തിൻ്റെ സങ്കടങ്ങൾ താങ്ങാനാവുന്നതിനും അപ്പുറത്താണ്. ആ വേദനയോട് ഞങ്ങളും ചേരുകയാണ്. ഒപ്പം ഞങ്ങൾക്കുണ്ട് സങ്കടം. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടു പോയതിൻ്റെ, ഞങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും മരിച്ചുപോയെങ്കിൽ അവരെ ദൈവമേ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. അവർക്ക് നിത്യാശ്വാസം നൽകി അവരെ അനുഗ്രഹിക്കണമേ. പ്രിയമുള്ളവരെ, നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ ഇടയാകട്ടെ. നിത്യപിതാവേ, ഈശോ മിശിഹാ കർത്താവിന്റെ വിലപില്ലാത്ത തിരുശോരയെക്കുറിച്ച് മരിച്ച വിശ്വാസികളുടെ മേൽ കൃപയായിരിക്കണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.